പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ 3D ആയിട്ട് മാറ്റുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിന് ആ വീട് പണി തീർന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ കളേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു വീടായിട്ട് തോന്നണം. അതായത് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പോലെ ബോക്സ് ടൈപ്പ് ഒന്നും പുള്ളിക്കാരിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ക്ലയൻറ്റിന് ഭാവിയിൽ അതൊരു തിയേറ്റർ സ്പേസ് അല്ലെങ്കിൽ പെർഫോമിംഗ് സ്പേസ് ആയിട്ട് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നാച്ചുറൽ ടോൺസ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടും ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടും നമ്മൾ സീലിംഗ് കോൺക്രീറ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മളത് പ്ലാസ്റ്റർ ചെയ്യാതെ അതേപോലെ എക്സ്പോസ്ഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു അൺലിമിറ്റഡ് ടെയിൽസ്. ഞാൻ Ar.Rhea Chungath, ലീനിയർ ട്രെയിൽസ് ആർക്കിടെക്ചർ സ്റ്റുഡിയോ, എറണാകുളം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്ലാൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ടെയിൽസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചർ വീഡിയോസ് ഇനി വരാനുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പ്ലാൻ അതെങ്ങനെയാണ് 3D ആയിട്ട് രൂപപ്പെടുന്നത്, അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെ വരും, അതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് കോസ്റ്റ്, അതായത് ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് ആ ഒരു പ്ലാൻ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ 3D ആയിട്ട് മാറ്റുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിന് ആ വീട് പണി തീർന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ കളേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഫീൽ എന്താണ്, അതായത് വീട് കയറി താമസിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സ്പേസസ് വേണം എന്നുള്ളൊരു രൂപരേഖ കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു 3D ഡെവലപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു കോൺട്രാക്ടറിന് ഈ ഒരു 3D ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ലാതെ അത് നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു 3D ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ പ്ലാൻ ഞാൻ ഒരു തവണയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം, സാധാരണ ഒരു വീട് 3 ബെഡ്റൂം വീടാണ്. അത് ഒരു മുകൾ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഹോം സ്റ്റേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ എലിവേഷൻ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, അതായത് ഫങ്ഷനാലിറ്റിക്ക് അനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്റ്റീരിയറാണ് നമ്മൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടുള്ളത്. 4.5 സെൻറ്റിൽ 1720 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വരച്ചിരിക്കുന്ന പ്ലാൻ. ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 35 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള, അധികം ആർഭാടമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു എലിവേഷനും വളരെ സിമ്പിൾ മിനിമം റിക്വയർമെൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പക്ഷേ അതിൻ്റേതായ ഫീലിനും ആ ഒരു കളർ തീമിനും ഒന്നും കുറവ് വരുത്താത്ത രീതിയിലൊരു ഇൻറ്റീരിയറും കൂടിയാണ് നമ്മൾ ഈ ഒരു വീടിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ സിമ്പിളായിരിക്കണം. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു വീടായിട്ട് തോന്നണം. അതായത് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പോലെ ബോക്സ് ടൈപ്പ് ഒന്നും പുള്ളിക്കാരിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എലമെൻസും മോഡേൺ ആയിട്ടുള്ള കുറച്ച് എലമെൻസും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഫ്യൂഷൻ സ്റ്റൈലാണ് നമ്മൾ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബഡ്ജറ്റ് ഒരു കൺസേൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതനുസരിച്ച് കോസ്റ്റ് കയറുന്നത് നമുക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മുടെ സ്റ്റെയർ കേസാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ താഴോട്ട് പോകുന്ന രീതിയിലുള്ളൊരു ഇലോങ്ങേറ്റഡ് സ്ലോപ്പിംഗ് റൂഫാണ് നമ്മൾ നൽകിയത്. നമ്മൾ ട്രസ് റൂഫ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസും സിറ്റ് ഔട്ടും അടങ്ങുന്ന ആ ഒരു സ്പേസ് ആണ്. ബാക്കിയുള്ള സ്പേസ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലയൻറ്റിന് ഭാവിയിൽ അതൊരു തിയേറ്റർ സ്പേസ് അല്ലെങ്കിൽ പെർഫോമിംഗ് സ്പേസ് ആയിട്ട് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടെറസ് ഏരിയ ഭാവിയിൽ ട്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസിനെ, നമുക്ക് ആ ഒരു കോൺക്രീറ്റഡ് സ്പേസിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ടെറസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് നമുക്ക് അങ്ങനെ കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. എലിവേഷൻ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ഒരു ഡിസൈൻ എലമെൻറ്റ് പോലെ നമ്മൾ ഗ്രൂപ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേ കളർ എലമെൻറ്റും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റർ ബോക്സ് കൊടുത്ത് ഒരു ഗ്രീൻ എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് അതും നമ്മൾ നൽകിയിട്ടുണ്ട്. ട്രസ് റൂഫിനായിട്ട് നമ്മൾ സെറാമിക് കോഡാണ് യൂസ് ചെയ്തേക്കുന്നത്.
ആൻഡ് ഡ്രസ് റൂഫിൻ്റെ കളറും നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള എലമെൻറ്റും, അതായത് അതേസമയം നമുക്കൊരു ട്രഡീഷണൽ ഫീൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിനി വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ, അതായത് ബേസിക് ആയിട്ടുള്ള സിറ്റ് ഔട്ടിൻ്റെ സ്പേസിലേക്ക് വരുമ്പോൾ, ആ ഡ്രസ് റൂഫിൻ്റെ അടിഭാഗത്ത് നമ്മൾ സീലിംഗ് ഓട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൽ കയറുമ്പോൾ തന്നെ ആ ഒരു ട്രഡീഷണൽ ലുക്ക്, അല്ലെങ്കിൽ ആ ഒരു മുകളിലോട്ട് നോക്കുമ്പോൾ ആ പഴയ വീടിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു സീലിംഗ് ഓട് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതിനായിട്ട് മെയിനായിട്ട് അടുത്തതായി ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു നാച്ചുറൽ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ട് തൊട്ട് തന്നെ നമ്മളൊരു കോട്ട സ്റ്റോണിൻ്റെ കളറിലുള്ള വെട്രിഫൈഡ് ടൈൽസാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ പാലറ്റിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അത് ത്രൂ ഔട്ട് ദി വീട് ആ ഒരു കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അകത്തോട്ട് കിടക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ TV യൂണിറ്റ്, പിന്നെ ഗ്രീനിൻ്റെയും ഗ്രേൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ, അതാണ് നമ്മൾ മെയിൻ ഫോക്കസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള ഫേർണിച്ചേഴ്സ് തന്നെ റീയൂസ് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫേർണിച്ചർ സ്റ്റൈലിനോട് ചേരുന്ന രീതിയിലാണ് ബാക്കി ഫേർണിച്ചേഴ്സും ഇൻറ്റീരിയേഴ്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തത്. ലിവിംഗ് റൂമിൻ്റെ ഭാഗമായിട്ട് 2 ചെറിയ കസേരകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മാത്രമല്ല നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ഡൈനിങ് ടേബിൾ എന്നുള്ളത് നമ്മൾ GI എല്ലാം യൂസ് ചെയ്ത് ഒരു ട്രഡീഷണൽ രീതിയിൽ ബെഞ്ചും ഡെസ്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എക്സ്ട്രാ കസേരകളൊന്നും അവിടെ ഇട്ടിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു സ്പേസുകളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സീറ്റിംഗ് സ്പേസ്, ഊഞ്ഞാല് എല്ലാം കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കസേരകളുടെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഊഞ്ഞാലും ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ക്ലയൻറ്റിൻ്റെ പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് പോലെ തന്നെയാണ് നമ്മളത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഊഞ്ഞാലിനോട് ചേരുന്ന രീതിയിൽ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് നാച്ചുറൽ ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ബ്രിക്ക് ടെക്സ്ചറിലൊരു വാളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഊഞ്ഞാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോർട്ട്യാർഡാണ്. അതാണ് ഞാൻ പ്ലാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു കോർട്ട്യാർഡിൽ നമ്മൾ കുറച്ചൊരു ഗ്രീൻ എലമെൻ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ട്രഡീഷണൽ ഫീൽ ആൻഡ് ലുക്ക് വരുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ്, അതായത് കളർ കോമ്പിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രിക്ക് ടെക്സ്ചർ, ഗ്രീൻ കളർ, അതായത് ഗ്രീനറി അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വൈറ്റ് വാൾസ് എല്ലാം വെള്ളയാണ്, നമ്മുടെ ഫ്ലോറും ഒരു കോട്ട സ്റ്റോണിൻ്റെ കളറാണ്. സോ ആ ഒരു രീതിയിൽ ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു ഹാൾ, ഡൈനിങ്, കിച്ചൺ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഹാൾ സ്പേസിൽ നമുക്ക് നാച്ചുറൽ ടോൺസ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടും ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടും നമ്മൾ സീലിംഗ് കോൺക്രീറ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മളത് പ്ലാസ്റ്റർ ചെയ്യാതെ അതേപോലെ എക്സ്പോസ്ഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കിച്ചണാണ്. ആ കിച്ചണിൽ നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കവേർഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ ഫേർണിച്ചേഴ്സിൻ്റെ അതേ നിറത്തിലുള്ള ലാമിനേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല മുകൾ ഭാഗം ഒരു ഗ്രേ കളർ രീതിയിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു ചേഞ്ചും വരാത്ത രീതിയിലാണ് കിച്ചണിലേക്കും നമ്മൾ ഡിസൈൻ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും നമ്മൾ ആ ഒരു സെയിം കളർ ടോൺ ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള തന്നെ കട്ടിലും അലമാരകളുമാണ് നമ്മൾ ആ ഒരു സ്പേസിൽ യൂസ് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പറയുന്നത് ചെറിയൊരു സൈഡ് ടേബിൾ മാത്രമാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു വലിയ സ്ലൈഡിങ് ഡോർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രൈവറ്റ് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. അതും നമ്മൾ ഒരു സിമ്പിൾ ന്യൂട്രൽ ടോൺ തന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഒരു മെയിൻ കൺസേൺ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പോലും നമ്മൾ ഈ ഒരു സ്പേസിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു കോർട്ട്യാർഡ് തന്നെയാണ്. അപ്പോൾ അതായിരിക്കും ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ഇൻറ്റീരിയർ ഹൈലൈറ്റ്. സോ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു എലമെൻ്റ് അല്ല. അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതനുസരിച്ച് അതിനോട് യോജിച്ച് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വളരെ സിമ്പിളായിട്ടുള്ള GI കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ കേസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മഹാഗണി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റെയർ കേസ് കയറുമ്പോൾ പഴയ വീടിൻ്റെ ഒരു ഫീല് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു സ്പേസ് മുഴുവനായിട്ടും ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ താഴെ തന്നെ പോലെയുള്ള ഒരു പാസേജ് സ്പേസ് ആണ്. ആ പാസേജ് സ്പേസിൽ പുറത്തേക്കുള്ളൊരു വ്യൂ അവിടെയും നഷ്ടപ്പെടുക. അതായത് ഒരു ഭയങ്കര എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിലേക്കാണ്. വളരെ ചെറിയൊരു വിഡ്ത്താണ് ആ സ്പേസിനുള്ളത്. അപ്പോൾ വളരെ എൻക്ലോസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആ സ്ലോപ്പിംഗ് റൂഫിൻ്റെ
കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ആ ട്രഡീഷണൽ റൂഫ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവിടെയും റൂഫ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 2 സൈഡിലും വെന്റിലേഷന് വേണ്ടി ഓപ്പണിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു TV യൂണിറ്റ് ആണ്. താഴത്തെ അതേ കളർ കോമ്പിനേഷനും ഒരു വക നമ്മൾ എക്സ്ട്രാ എലമെന്റ്സ് ഒന്നും ആഡ് ചെയ്യാതെ സിമ്പിൾ റിക്വയർമെന്റ്സ് മാത്രമാണ് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ സ്പേസ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ പാൻട്രി സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ അതൊരു ഹോം സ്റ്റേ ആയിട്ട് മാറ്റുമ്പോൾ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും ഫെസിലിറ്റിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ കബോർഡ്സും കാര്യങ്ങളും ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ലാബ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതിനോട് ചേർന്ന് തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്പേസ് മുകൾ ഭാഗത്തുണ്ട്. അതായത് ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട് ജാളി വോളെല്ലാം കൊടുത്ത് പുറത്തെ ആ ഒരു മുൻവശത്തേക്കുള്ളൊരു വ്യൂ നല്ലപോലെ കിട്ടുന്ന രീതിയിൽ, അതേസമയം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലാണ് അവിടെ ഒരു ജാളി വാൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്പേസിലിരുന്ന് നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ, അതായത് റോഡിൽ നടക്കുന്ന കാര്യങ്ങളും കാണാം. അതേസമയം വീടിൻ്റെ അകത്തെ ആ ഒരു പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ആ ഒരു സ്പേസ് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു ഹാളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് താഴെ കണ്ട അതേ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ബ്രിക്ക് വാളിൻ്റെ കണ്ടിന്യൂഷനും കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് മുകളിലായിട്ടൊരു സ്കൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഈ ഒരു ഹാൾ സ്പേസ് കംപ്ലീറ്റ്ലി വെളിച്ചം വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് ഒട്ടും തന്നെ കൺജഷൻ ഫീൽ ചെയ്യത്തില്ല. മുകളിലത്തെ മുറിയിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേ എലമെൻസും അതേ പൊസിഷൻസ് തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 മെയിൻ ഇൻറ്റീരിയർ എലമെൻസ് ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. മെയിനായിട്ട് ഇവിടെ കാണുന്ന പോലെ ബെഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പെയിൻറ്റിൽ തന്നെ ഈ ടൈലിൻ്റെ അതേ കളറിൽ വരുന്ന രീതിയിൽ ഒരു ഹൈലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലൊരു ബേ വിൻഡോയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസ് എല്ലാം ഒരു ഒലിവ് ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് അകത്തെ എല്ലാ എലമെൻസും ബ്രൗൺ, ഗ്രീൻ, വൈറ്റ് കോമ്പിനേഷൻ തന്നെ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സോ അതേപോലെ ഒരു ഇലോങ്ങേറ്റഡ് ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ ഒരു യെല്ലോ കളർ ബാൻഡ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ സ്ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ബെഡിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നൽകിയിട്ടുള്ളത്. വേറെ ഒരു എക്സ്ട്രാ എലമെൻസും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, അതായത് കട്ടിൽ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അവിടെയും ഒരു ബേ വിൻഡോ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ വീടിൻ്റെ 3D ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഈ വീട് ഫിനിഷ് ചെയ്താലും ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹമുണ്ട്. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകാതെ അടുത്ത വീഡിയോയിൽ നമ്മളത് കാണിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുവരെയും മറക്കാതെ ഒരേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അൺലിമിറ്റഡ് ടെയിൽസ് എന്നുള്ള ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. അതുവരെയ്ക്കും ബൈ. For more architecture content, please like, share and subscribe to our YouTube channel, Unlimited Tales. Also, follow us on Instagram and Facebook for more updates.